ബിസിനസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു ഫൗണ്ടേഴ്സ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. എന്തിനാണ് അത് ഒരു സംഭവം എന്തിനാന്നുള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച ഒരു കാര്യം വെച്ച് റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് എന്തായാലും നിങ്ങളൊരു ബിസിനസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. ഇതിന്റെ മെയിൻ ഉദ്ദേശം ഇതാണല്ലോ, നമുക്കൊരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി കുറവാണെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അത് കിട്ടിയിട്ടുണ്ട്, പണി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പഠിച്ചതിന് ശേഷം ഞാൻ ചെയ്തപ്പോൾ ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസും എനിക്ക് എന്തായിട്ടുണ്ട് ആക്ച്വലി മനസ്സിലായിട്ടുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതുപോലത്തെ നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് ഞാൻ സ്റ്റാർട്ടപ്പിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു സീരീസ് തന്നെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ്, ഇവിടുന്ന് ഫണ്ട് റൈസിങ് കാര്യങ്ങളെല്ലാം അതിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഞാൻ എന്താക്കാം, നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്താൽ നോക്കാം. അതുപോലെ തന്നെ ഐ ബട്ടണിൽ ഞാൻ എന്താക്കാം വീഡിയോസിന്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആസ് എ ഫൗണ്ടർ നമ്മളൊരു ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ്, ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യും. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ആ സമയത്ത് നമുക്ക് ഈ എക്സ്പെക്റ്റഡ് പണീന്റെ പുറമെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് പണികൾ കൂടി കിട്ടുന്ന സമയത്ത് മൊത്തത്തിൽ നമ്മൾ ഡൗൺ ആവാനുള്ള സാധ്യത ഉണ്ട്. അതിപ്പോൾ ഈവൻ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ചെറിയ ചെറിയ വർക്കിലാണെങ്കിൽ വരെ അത് സംഭവിച്ചേക്കാം. അതിനെ ഒരൊറ്റ കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങൾക്ക് അതിനോടുള്ള ക്ലാരിറ്റി കൂട്ടുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഒരു കാര്യത്തിനോടുള്ള ക്ലാരിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് തരും, നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ നിങ്ങൾക്ക് അത് പറ്റിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇൻ ഹൗസ് ആയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനും ടീമിനും അക്കാഡമിക് കോർഡിനേറ്റേഴ്സും അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സോഫ്റ്റ്വെയർസിന്റെ ആവശ്യമുണ്ട്. ആ സമയത്ത് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ട്ലി ഒരുപാട് ടീമിനെ അപ്രോച്ച് ചെയ്തു. നമ്മൾ ഞാനും ജിഫ്രിയും സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ മാക്സിമം ലേൺ ചെയ്യും. മാക്സിമം മീൻസ് അതിനെക്കുറിച്ച് മാക്സിമം എത്ര ആൾക്കാരോട് ചോദിക്കാൻ പറ്റും, എത്ര ആൾക്കാരോട് അന്വേഷിക്കാൻ പറ്റും, അതൊക്കെ ചെയ്യലുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ എന്താക്കി, 1-2 ടീമിനോട് ചോദിച്ചു. അവരൊക്കെ ബഡ്ജറ്റും അവരെ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഞാൻ അവനെ കോൺടാക്ട് ചെയ്തു, അവനെ കണക്ട് ചെയ്തു, അവനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എൻ്റെ റിക്വയർമെന്റ്സ് ഞാൻ പറഞ്ഞു, എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രൊജക്ട് പറഞ്ഞു. അപ്പൊ അവന് മനസ്സിലായി ആക്ച്വലി ഇത് എത്ര ദിവസത്തെ വർക്കുണ്ട്, ഇതിന് മാൻഡേറ്ററി ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് ഇതൊക്കെ വേണം. അല്ലാതെ ഞാൻ പോയിട്ട് കോഡിങ് പഠിക്കാൻ നിൽക്കുകയല്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ പോയി തുടങ്ങാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ. സോ ആ ഒരു സമയത്തിന്റെ ലാഗും ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പാരലലി ലേൺ ചെയ്യാൻ തുടങ്ങി. പ്ലസ് അതിന്റെ കൂടെ തന്നെ ഞാൻ ഇതുപോലത്തെ എക്സ്പേർട്സിനോട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞു. ഇതറിഞ്ഞതിന് ശേഷം ഞാൻ ഇതേ ടീമിനോടൊന്ന് സംസാരിച്ച സമയത്ത് എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് കൊട്ടേഷന്റെ റേറ്റ് ഒക്കെ കുറയാൻ വേണ്ടി തുടങ്ങി. അതായത് നേരത്തെ ഒരു 50,000-60,000 ഇട്ടതൊക്കെ ആണെങ്കിൽ അത് മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി. കാരണം ഞാൻ പറയും, ഇതിന് ഇത്ര ഉള്ളൂ, പർപ്പസ് ഉള്ളൂ, ഇത് ഇത്ര സമയം കൊണ്ട് നമുക്ക് ചെയ്തുകൂടെ, ഇത് ഈ രീതിയിൽ നമുക്ക് ചെയ്താൽ മതി, ഇത് ഇങ്ങനെ നമുക്ക് വേണ്ട. അതായത് അവർ ചിലപ്പോൾ മേ ബി അൺനെസസറി ആയ പല കാര്യങ്ങൾ അതിൽ ആഡ് ആക്കുന്നുണ്ടെങ്കിൽ അതെന്തിനാ ആഡ് ആക്കിയെന്ന് പോലും നമുക്കറിയില്ല. മേ ബി വല്ല എന്തെങ്കിലും ടേം ആയിരിക്കും, ഇന്നത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ അടിപൊളി, ഇത് എന്തായാലും വേണ്ടിയ സാധനമാണ്. ആക്ച്വലി അത് അവിടെ ആവശ്യം ഉണ്ടാവില്ല. സോ ഇങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി തരും. ഞാൻ പറഞ്ഞ എല്ലാവരും ഇങ്ങനെ പറ്റിക്കും എന്നൊന്നുമല്ല, മേ ബി അങ്ങനെ ആയേക്കാം. അങ്ങനെ ആവുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി വേണം. അത് ഞാൻ പറയട്ടെ, നിങ്ങൾ ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, ടെക് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, ഓപ്പറേഷനിലേക്ക് എന്തെങ്കിലും ഓട്ടോമേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളെ ബിസിനസ്സിലേക്ക് എവിടെയെങ്കിലും അതൊരു ആവശ്യം വരും. അത് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ റെഡി ആയി കഴിഞ്ഞാലേ, നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ ഒരു ചാമ്പല് അല്ലെങ്കിൽ ആ ഒരു നഷ്ടം, വലിയൊരു നഷ്ടം നിങ്ങൾക്ക് എന്താക്കും, മുന്നേ മനസ്സിലാക്കി അതിൽ പെടാതിരിക്കാൻ വേണ്ടി പറ്റും. സോ ഇത് നമ്മളെ പല കൈൻഡ് ഓഫ് തിങ്സിൽ നമ്മൾ പഠിച്ചൊരു മെയിൻ കാര്യം തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക, കേൾക്കുക, അതുപോലെ തന്നെ അതിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾ എന്താക്കുക, ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് മെയിൻലി ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആയെന്ന് തോന്നുന്ന കാര്യങ്ങളോ പ്ലസ് അതുപോലെ തന്നെ റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ആയിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുക. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.